ഇത് നമ്മുടെ ബയോ കമ്പോസ്റ്റാണ്. നമ്മുടെ ഈ പച്ചക്കറി വേസ്റ്റുകളിൽ നിന്നും അടുക്കള വേസ്റ്റുകളിലൊക്കെ നമുക്ക് ഉണ്ടാക്കിയിട്ടുള്ള കമ്പോസ്റ്റാണിത്. ഇതിൻ്റെ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട്. ബയോ കമ്പോസ്റ്റ് എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് അല്ലെങ്കിൽ എങ്ങനെയാണ് അത് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമ്മളത് നമ്മുടെ ചാനലിൽ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരാരെങ്കിലും പോയി കണ്ടാൽ മതി. അപ്പോൾ ബയോ കമ്പോസ്റ്റിൻ്റെ ഗുണങ്ങളും കാര്യങ്ങളൊക്കെ അപ്പോൾ അതിൽ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ബയോ കമ്പോസ്റ്റ് വളം നമ്മൾ ഈ പുതിയ മുളക് ചെടി മുളച്ച് വരുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നല്ല പ്രോട്ടീൻ വെച്ചിട്ടുള്ള റിച്ച് ആയിട്ടുള്ള ഒരു വളമാണത്. അപ്പോൾ അതിന് പെട്ടെന്ന് ചെടി വളരുകയും പൂക്കുകയൊക്കെ ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഓർഗാനിക് വളമുണ്ട്. അത് നമ്മൾ ചെറിയ ചായപ്പൊടി ഇതിലോട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഇടുന്നത്. കൂടുതലും ഒരു 70% നമ്മളിപ്പോൾ ബയോ കമ്പോസ്റ്റാണ് കൂടുതലുള്ളത് കേട്ടോ. അപ്പോൾ നമുക്കിത് ഈ ബയോ കമ്പോസ്റ്റ് നേരെ നമുക്ക് ചെടികളിലേക്ക് ഇടാം. തൊട്ടുള്ള മുളകുകളാണ് കേട്ടോ. നമുക്ക് എല്ലാം നമ്മൾ ഒരുവിധം വളർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിലോട്ടാണ് നമ്മൾ ബയോ കമ്പോസ്റ്റൊക്കെ ഇടുന്നത് കേട്ടോ. അപ്പോൾ ഇട്ട് കഴിഞ്ഞ് നന്നായിട്ട് നല്ല ഗ്രോത്ത് കിട്ടും. അപ്പോൾ നമ്മൾ കാണിച്ചു തരാം. അപ്പോൾ ഇതൊക്കെ നമ്മൾ വളർന്ന് ഇപ്പോൾ ഒരു മുട്ടക്കെട്ട് മുളകൊക്കെ വരാൻ തുടങ്ങി. അപ്പോൾ ഇതിനകത്ത് ബയോ കമ്പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ മുളക് നന്നായി വളരുകയും ചെടികളൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് വരികയും ചെയ്യും. നമ്മളിപ്പോൾ ഈ മുളപ്പിച്ച് ഇട്ടതിന് ശേഷം നമ്മൾ വളങ്ങളൊന്നും പ്രത്യേകിച്ച് ചേർത്ത് കൊടുത്തിട്ടില്ല. നമ്മൾ മുമ്പ് ഈ മണ്ണിലുള്ള വളങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഇപ്രാവശ്യം കൂടുതൽ പ്രത്യേകിച്ച് വളങ്ങളൊന്നും ഇടാൻ സമയം കിട്ടില്ല, അതാണ് സത്യം. അപ്പോൾ നമ്മൾ ഇനി ഇതിലോട്ട് ഈ ബയോ കമ്പോസ്റ്റ് ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ ഗ്രോത്തുകൾ കിട്ടും. ഇപ്പോൾ കണ്ടോ, നമ്മളിപ്പോൾ മാക്സിമം ചെടികളൊക്കെ ഇപ്പോൾ കുറച്ച് ഒരു ഡള്ളായി നിൽക്കാമെന്ന് പറഞ്ഞാൽ നമ്മൾ പ്രത്യേകിച്ച് ചില വളങ്ങളും കാര്യങ്ങളും കൊടുത്തിട്ടില്ല. പ്രത്യേകിച്ച് എന്താ കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഈ പ്രാവശ്യം ചെടികളൊക്കെ മാറ്റാൻ പോവുകയാണ്. കാരണം ഇതിൻ്റെ നമ്മുടെ ടെറസിൽ നമ്മളിപ്പോൾ പെയിൻ്റ് അടിക്കാൻ പോകണം. ഇപ്പോൾ വാട്ടർ പ്രൂഫിൻ്റെ പെയിൻ്റ് അടിക്കാൻ പോകണം. അപ്പോൾ ഈ ചെടികളൊക്കെ നമ്മൾ മാറ്റിയിട്ട് പുതിയ ഫ്രഷ് ചെടികളാണ് നമ്മളടുത്ത് പെയിൻ്റ് അടിച്ചതിന് ശേഷം വയ്ക്കുന്നത്. അപ്പോൾ നിലവിലുള്ള ചെടികൾ നമ്മൾ നിർത്തിയിട്ട് ഇതിൻ്റെ നമ്മൾ മാക്സിമം അതിൽ നിന്ന് എല്ലാ വിളവൊക്കെ എടുത്തതിന് ശേഷം ഇതിനൊക്കെ നശിപ്പിച്ച് കളയും. എന്നിട്ട് പുതിയ ചെടികൾ ഈ ടെറസിൻ്റെ മേലെ പെയിൻറ്റ് അടിച്ചതിന് ശേഷം നമുക്ക് പുതിയ ചെടികൾ വെക്കുന്നതായിരിക്കും കേട്ടോ. ആ വീഡിയോ നമ്മൾ നമ്മുടെ ചാനലിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും കാണണം കേട്ടോ അത്.